കഴിഞ്ഞ വീഡിയോയിൽ സൗത്ത് ഡക്കോട്ടയിൽ നിന്നും റോഡ് ട്രിപ്പ് നോർത്ത് ഡക്കോട്ടയിലേക്ക് കടന്നു വരെയാണ് പറഞ്ഞത്. ഇതിപ്പോൾ 4-ാം ദിവസമായപ്പോൾ 7-ാമത്തെ സ്റ്റേറ്റിലേക്കാണ് കടന്നേക്കണേ. ഇത്രയും നേരം കൃഷി സ്ഥലങ്ങൾ കണ്ടിരുന്നെങ്കിലും പണി ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വെച്ചിട്ട് ഫാമിംഗ് ചെയ്യുന്ന വണ്ടികളും അതേപോലെ പാടത്ത് പണിയെടുക്കുന്നതും കണ്ടു. പാടത്ത് പണി എന്ന് പറയുമ്പോഴത്തേനും നാട്ടിലെ പോലെ മൊത്തം ചെളിയിലൊന്നും അറിയില്ല കേട്ടോ. ഈ യന്ത്രങ്ങൾ വെച്ചിട്ടുള്ള കൃഷിയാണ്. ബോർഡർ കടന്നിട്ട് നമ്മൾ കാണുന്ന ആദ്യത്തെ സിറ്റിയാണിത്. വാഹ്പെട്ടൻ എന്നാണ് പേരെന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അറിയില്ല. ഈ നോർത്ത് ഡക്കോട്ട എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുൻധാരണയൊക്കെ ഉണ്ടായിരുന്നു. ആ ധാരണകൾ മൊത്തം തെറ്റിപ്പോയി. വെറും ഇത് മാത്രം പ്രതീക്ഷിച്ചൊന്നും നമ്മൾ ഞെട്ടിപ്പോയിരിക്കുകയാണ്. In a quarter mile, turn right onto 4th Street North. കണ്ടോ റെഡ് ഇന്ത്യൻസ് ഇത് മിലിറ്ററി ഉപകരണങ്ങള്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആൾക്കാരൊന്നും ഇല്ലാതെ കിടക്കുന്ന നിരപ്പായ സ്ഥലം എന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നു നോക്കിയപ്പോൾ ആൾക്കാരും ഉണ്ട്, അതുപോലെ അത്യാവശ്യം ഡെവലപ്മെന്റും ഉണ്ട്. ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റ് ഫിഷിന്റെ പ്രതിമയാണ്. അങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിമ വെച്ചിരിക്കുന്ന പാർക്കിന്റെ സൈഡിൽ ഒഴുകുന്ന ഒരു അരുവിയെ കാണണേ. അരുവിയെന്നോ പുഴയെന്നോ പറയാം. പാർക്കിൽ വലിയ തിരക്കൊന്നുമില്ല. 1-2 ഫാമിലികൾ വന്നിട്ടുണ്ട് പിള്ളേരും കൊണ്ട്. ഇതാണ് പ്രതിമ. പ്രതിമ കണ്ട പാടെ അതിന് ചുറ്റും നിന്നിട്ട് കുറെ ഫോട്ടോ എടുത്തു, പല പല പോസുകളൊക്കെ ആയിട്ട്. ഇനി ഇവിടുന്ന് പോകുന്നത് അധികം ആരും കാണാത്ത സ്പോട്ടിലേക്കാണ്. ഇവിടുത്തെ 3 സ്റ്റേറ്റുകളുടെ അതിരുകൾ ചേരുന്ന ഒരു സ്ഥലം.